എൻ്റെ നടുവൊടിഞ്ഞിട്ടുണ്ട് ജീവിതത്തിൽ. ഇങ്ങനെ എത്ര വർഷമായി നമ്മളോട് താമസിച്ചിട്ട് ഇതിനുള്ളിൽ ഇങ്ങനെ വെള്ളം കയറിയിട്ടുണ്ട്, വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ട്, എന്തൊക്കെ ചേച്ചിയെ പണി കിട്ടിയിട്ടാ. ഇതിൻ്റെ ഉള്ളിലൊരു ലക്ഷങ്ങളല്ലാന്ന് കാതിൽ പഞ്ച് വെച്ചിട്ട് കിടക്കുക. പിന്നെ ഞാൻ അങ്ങോട്ട് നമുക്ക് മൂക്കിലും പഞ്ച്. ഹായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പിക്കി കപ്പിൾസ്. എല്ലാവർക്കും പിക്കി കപ്പിൾസ് പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സേഫ് ആയിരിക്കും ഗൈസ്. ഞങ്ങളിപ്പോ ഇന്ന് എവിടെയാണ്? ഞങ്ങളിപ്പോ ഇന്ന് അത്യാവശ്യമായിട്ട് കീത്തുന്റെ വീട്ടിലേക്ക് വന്നാട്ടോ. വേറെ ഒന്നല്ല, മഴയും കാര്യങ്ങളൊക്കെ നല്ല 2 ദിവസമായിട്ട് അടിപൊളിയായിട്ട് മഴയായിരുന്നു അല്ലേ? അതെ, പുതിയ പുതിയ പല ജീവികളും ഉടലെടുത്ത് തുടങ്ങിയിട്ടുണ്ട്, വീട്ടിലേക്ക് എത്തി നോക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മഴക്കാലം അതിനെ തുടർന്നിട്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഉണ്ണിയാൾക്ക് പാപ്പം കൊടുക്കുമ്പോൾ എൻ്റെ അടുത്ത് പത്രം ഇരിക്കണ്ടായിരുന്നു വീട്ടിൽ പണിക്കാട്ടിൽ വെച്ചിട്ട്. അപ്പൊ ഞാൻ ന്യൂസ് കണ്ടു. പത്രം വായിക്കൊന്നുമില്ല ചേച്ചി, പത്രം അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അത് അപ്പൊ ഞാൻ കണ്ടു കോട്ടരുമ കാരണം ഒരു കൂട്ടർ വീട് വിട്ടിറങ്ങി. അപ്പൊ ഞാൻ എന്തോട്ട് കോട്ടരുമ. അപ്പൊ ഞാൻ ഫോട്ടോ നോക്കിയപ്പോൾ മറ്റേ കുഞ്ഞു കുഞ്ഞു വണ്ട് പോലെ തേനീച്ചയുടെ പോലെയാണ് വീടിന് ഫുള്ള് പൊതിഞ്ഞിരിക്കണ്ട. അപ്പൊ എനിക്ക് കണ്ടപ്പോ എനിക്ക് പേടിയായി. പിന്നെ ഞാൻ ശ്രദ്ധിച്ചില്ല, കാരണം നമ്മളെ വീട്ടിലല്ലല്ലോ അങ്ങനെ സംഭവം ഉണ്ടല്ലോ, അതുകൊണ്ട് അതിനത്ര വലിയ പ്രാധാന്യം കൊടുത്തിരുന്നില്ല. അപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീട്ടിൽ വന്നപ്പോൾ വൈകുന്നേരം ആയപ്പോൾ കെടുക്കാൻ നേരത്തെ അമ്മ പറഞ്ഞു ആ റൂമിൽ കെടുക്കണ്ട എന്ന്, വേറെ ചെറിയ പ്രാണികൾ കുഞ്ഞു പ്രാണികൾ ഉണ്ടെന്ന് പറഞ്ഞു. എയർ ഹോളിന്റെ അവിടെ മാത്രം കുഞ്ഞു കുഞ്ഞു പ്രാണികൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടാ. അപ്പൊ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ഇതേപോലെ കുറച്ചൊരു 10-20 കുഞ്ഞു വണ്ട് എയർ ഹോളിന്റെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു, ഇതാ അന്ന് പത്രത്തിൽ കണ്ട പ്രാണികളല്ലേ ഒരു സംഭവം. പെട്ടെന്ന് എന്റെ മനസ്സിൽ ഈശ്വര വീട് വിട്ട് ഇറങ്ങേണ്ടി വന്നു എന്നൊക്കെ ഉള്ള സംഭവം എന്നെ മനസ്സിൽ. അപ്പോൾ ഉടനെ ഞാൻ നീൽച്ചാണ് കാണിച്ചു കൊടുത്തപ്പോൾ നീൽച്ചാണെങ്കിൽ വലിയൊരു മൈൻഡ് ഉണ്ടായിരുന്നില്ല, കുഞ്ഞൊന്നും 2 പ്രാണികള്. അപ്പൊ അമ്മ പറഞ്ഞു കാതിൽ പോകണ്ടീനി അവിടെ കിടന്നിട്ട് ഇപ്പഴ തന്നെ. പക്ഷെ അപ്പോഴും ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുക എന്ത് സീനാവും ഇത് ആ പ്രാണി തെന്നീന്. പിന്നെ ഞാൻ ഇവിടുന്ന് പിറ്റേ ദിവസം പോയിട്ട് അമ്മേൻ്റെ അടുത്ത് ഞാൻ എന്നും വിളിച്ചു ചോദിക്കും, അമ്മ ഓക്കെ അല്ലേ, അത് കൂടുന്നുണ്ടോ പെരുകുന്നുണ്ട്? അപ്പൊ അമ്മ പറയാം ഇല്ല മോനെ, 1-2 അവിടെ എവിടെയോ അല്ലെങ്കിൽ ഇവിടെ എവിടെയോ, അത് ലക്ഷ്മണ രേഖ വരച്ചിട്ടുണ്ടെങ്കിൽ പോവും. മറ്റേ കൊതുകുതിരി കത്തിച്ചിട്ട് കുറേ എണ്ണം വീടുണ്ടോ, ഒന്നുമില്ല, ഒരു പ്രശ്നവും ഇല്ല, ഒരു പ്രശ്നം. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിലേക്ക് വരട്ടേന്ന് വിളിച്ചു വെച്ചാൽ പറഞ്ഞു മോനെ വേണ്ട, പ്രാണികൾ അവിടെ തന്നെ അപ്പൊ തന്നെ ഇരിക്കുന്നുണ്ട്, പോയിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു അതപ്പൊ ഞാനിപ്പോ അതല്ലേ പറഞ്ഞിരുന്ന അമ്മ എന്തെങ്കിലും ചെയ്യുമോ അല്ലെങ്കിൽ പഞ്ചായത്തിനെ അറിയിക്കുക. അപ്പൊ അമ്മയ്ക്ക് അതിന്റെ സീരിയസ്നെസ് മനസ്സിലാവണില്ല, കാരണം ഇത് 1-2 ഇന്നുണ്ടാവും, ചിലപ്പോൾ നാളേക്ക് ഇതിനേക്കാളും പെരുകും. മറ്റന്നാൾ നമ്മൾ വീട് വിട്ട് ഇറങ്ങേണ്ടി വരും. അല്ലെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാവരും നമ്മളെ ഞാൻ വാർത്തയിലല്ല ഞാൻ കണ്ടത്, ഞാൻ ഇതായിട്ടാണ് ഇൻസ്റ്റാഗ്രാമിൽ റീലായിട്ടെന്ന് പറഞ്ഞ സാധനം കണ്ടത്. സംഭവം പെട്ടെന്ന് പെരുകി എന്താ പറയാ ഒരു ഭിത്തി നിറച്ചൊക്കെയാണ് ഞാൻ കണ്ടത്. ഭിത്തി നിറച്ച് മാത്രല്ലടാ, ജല്ലിന്റെ അവിടെ എന്താ പറയാ ഫുള്ള് കവർ ചെയ്തിരിക്കും ഒരു വീട്ടില്. അപ്പൊ ഇന്നലെ ഞാൻ വിളിച്ചപ്പോ അമ്മ പറഞ്ഞു കുറച്ചധികമായിട്ട് കൂടി വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ആരെങ്കിലും വിളിച്ചൊന്ന് മോൾ ഭാഗം നമ്മൾ ഈ വീടിന്റെ ചവറൊക്കെ വീണിട്ട് ആകെ വൃത്തിയേടായിട്ട് എടുക്കുകയാണ് മോളിൽ ടെറസില്ല. അപ്പൊ അതിന്റെ അവിടെ എന്തെങ്കിലുമൊക്കെ പെരുകി വരുന്നതാണോ സംഭവം ഒന്നും അറിയില്ല. അപ്പൊ ഒന്ന് ആരെയും വിളിച്ച് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മ ഇന്ന് കാലത്ത് ഒരു ചേട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യാൻ, മോൾ ഭാഗം ക്ലീൻ ചെയ്യാനും ഈ എയർ ഹോളിന്റെ അവിടെ ഒക്കെ നോക്കാനും വേണ്ടിട്ട്. എനിക്ക് ചേട്ടൻ പിടി കൈ കഴിക്കണമെങ്കിൽ കേട്ടോ. അപ്പൊ എന്നിട്ട് അപ്പൊ അങ്ങനെ ഞാൻ കാലത്ത് വിളിച്ചപ്പോ അമ്മ പറഞ്ഞു മോളിലൊന്നല്ല, ടെറസിന്റെ മുകളിലൊന്നുമില്ല, എയർ ഹോളിൽ അവിടെ കുറച്ച് ഉണ്ടായിരുന്നു. പിന്നെ അതല്ലാണ്ട് ഇവരുടെ റൂമിൽ എയർ ഹോളിൽ അവിടെ ഒരു അണ്ണാങ്കൂട് ഉണ്ട്. ആ അണ്ണാങ്കൂട് ഒരു 6 മാസക്കാലമായിട്ടുണ്ടാവും. അത് നശിച്ച് വീഴും, പിന്നെ അത് വീണ്ടും റെഡിമെയ്ഡ് പോലെ ഒരു കൂട് കൊണ്ടേക്കും. അത് കഴിഞ്ഞിട്ട് അവര് പെറ്റ് അവര് കഴിഞ്ഞ് പോകും, വീണ്ടും ഒരു കൂട് കൊണ്ടേക്കും. ആ ലാസ്റ്റ് ഫൈനല് ഇപ്പൊ ഒരു കൂട് കൊണ്ടുവച്ചിട്ടുണ്ട്, കുട്ടികളുണ്ട്. അപ്പൊ അതെടുത്തപ്പോള് അതില് നിറച്ചു അമ്മ പറയുന്ന കേൾക്കണം ഒരുപാടുണ്ടായിരുന്നു. അമ്മ പറഞ്ഞു കുറഞ്ഞത് 1 കോടിയോളം വരുന്നുണ്ട്, അത്രയ്ക്കുണ്ടായിരുന്നു അതിന്റെ ബാക്കിലായിട്ട് സംഭവം. ഇനി ഞങ്ങളിത് നേരിട്ട് കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം ഉണ്ടായിരുന്നില്ല കൈസ്. ഇങ്ങനെ അപ്പോഴേക്കും ലേറ്റ് ആയി പോയി. നമുക്ക് അമ്മയോടും അമ്മാമ്മയോടും ചോദിക്കാം, കാരണം ഇത് നമ്മൾ കേൾക്കുമ്പോൾ ഭയങ്കര നിസ്സാരമായി തോന്നും, പക്ഷേ ഇത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഞാൻ വീണ്ടും റീല് കണ്ടുകൂടാ, കഴിഞ്ഞ 2 ദിവസം മുന്നേ റീൽ കണ്ടു. എനിക്ക് ഇതിങ്ങനെ ഫുള്ള് ഇരുന്നുണ്ട്. എനിക്ക് അപ്പോഴത്തോട്ട് ഭയങ്കര ടെൻഷൻ, ഈശ്വര നമ്മളെ വീട് വിട്ട് ഇറങ്ങേണ്ടി വരുമോ ദൈവമേ വിചാരിച്ചു. കഴിഞ്ഞ വീഡിയോസിൽ നിഖിൽ ചേട്ടൻ അടിപൊളി സുന്ദരനായിട്ടൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, നല്ല ഗ്ലാമറായി വരുന്നുണ്ടെന്ന്.
ആ കമന്റ് ഇട്ട് അവൾക്ക് ഒത്തിരി നന്ദിയുണ്ട്. ഈ വീഡിയോസിലും അതേപോലത്തെ കമന്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. ചേട്ടൻ ഗ്ലാമറായി വരുന്നുണ്ട്, ചേച്ചിയാണ് ക്ഷീണിച്ചത്. അത് കഴിഞ്ഞ എൻ്റെ ഏതൊരു ഷോർട്സിൽ ഒരു കുട്ടി കമന്റ് ചെയ്തിരുന്നു, കീത്തു നീ എന്താ നീ ഇങ്ങനെ കുട്ടികളെ നോക്കിയിട്ട് നീ നിന്റെ ഹെയർ ശ്രദ്ധിക്കുന്നില്ല, നീ നിന്റെ ഫേസ് ശ്രദ്ധിക്കുന്നില്ല, നിന്റെ ശരീരം ശ്രദ്ധിക്കുന്നില്ല, നീ നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യട്ടാ. സത്യം പറയും കമന്റ് എനിക്ക് ഭയങ്കര സന്തോഷം. അതായത് എൻ്റെ ഒരു ചേച്ചി അല്ലെങ്കിൽ അനിയത്തി എന്നുള്ള രീതിയിൽ ഭയങ്കര എന്താ പറയുക അടിപൊളിയായിട്ട് അത് കമന്റ് എനിക്കത് ഫീൽ ചെയ്ത് എനിക്ക് ഭയങ്കര സന്തോഷമായി. അതായത് കീത്തു ചേച്ചി ക്ഷീണിച്ചല്ലോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നല്ല, നീ ഇത് ചെയ്യണം എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി. അപ്പൊ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അമ്മയുടെ അടുത്ത് പോകാം. വരും എനിക്ക്. അപ്പോൾ ഇതായിട്ട് ഈ സംഭവം ഈ കോട്ടരമ എന്ന് പറയുന്നത് ഭയങ്കര സ്പീഡിൽ ഈ സാധനം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. അപ്പോൾ ബാക്കി എല്ലാത്തിനും അമ്മ ചുട്ട് കരിച്ച് കൊന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ടും നമ്മുടെ വീട്ടിൽ ചുറ്റിപ്പറ്റായി നടക്കുന്ന 2-3 എണ്ണത്തിന് നമ്മൾ പിടിച്ച് കാണിച്ചു തന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാ. അപ്പോൾ നമ്മുടെ ടെറസിൻ്റെ മുകളിലുണ്ടായിരുന്ന എല്ലാ ചവറും താഴത്തേക്ക് ഇറക്കിയിട്ടു. അതിപ്പോൾ ഒരു അച്ചാച്ചനെ വിളിച്ച് പണിക്കാരനെ വിളിച്ചിട്ട് നമ്മൾ നേരെ തെങ്ങിനടുത്തേക്ക് തട്ടാണ് ചെയ്തത്. അപ്പോൾ അത് ഈ എയർ ഹോളിലൊക്കെ അവിടെ ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ പുറത്ത് ഇതിന് നെറ്റൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടി ആയിരുന്നു വന്നിരുന്നത്. നമ്മൾ ഈ സൈഡ് നമ്മൾ തേച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞ തേക്കാത്ത ഭാഗമായതുകൊണ്ട് അവിടെയായിരുന്നു കൂടുതലായിട്ടും പുറ്റ് പോലെ ഉണ്ടായിരുന്നത്. എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ആദ്യം 2-3 ഉണ്ടായിരുന്നുള്ളൂ അല്ല, പിന്നെയുള്ളത് ഇങ്ങനെ പെട്ടെന്ന് പെരുകി ചെയ്തു. ശരി ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് കണ്ടു ഇങ്ങനൊരു അനുഭവം. ഈ ഒരു സാധനത്തിന് ശല്യാണ്. അതായത് നമുക്ക് കാതിൽ പോകുന്നുണ്ട് ഭയങ്കര പേടി. അമ്മ ഇത് കുറച്ചുള്ളൂ. അപ്പൊ ഞാനൊരു വീഡിയോ കാണിച്ചില്ല, അമ്മ നിറച്ച് വീട് ഫുള്ള് തേനീച്ച പോലെ പൊതിഞ്ഞിരിക്കുക. ഭിത്തിയിലും ജനലുമ്പലും വാതിലും അവിടെ വീട് വിട്ട് ഇറങ്ങിപ്പോയവര് ശല്യം കൊണ്ട്. ഇത് കടിക്കുക പിടിക്കുന്നല്ല, അത് ഉണ്ടായി നമുക്കിവിടെ താമസിക്കാൻ പറ്റില്ലല്ലോ. ടെറസും വീടും വിട്ട് പോയിരിക്കേ. എനിക്കിത് കണ്ടപ്പോ തന്നെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം ഇത് അതെന്നെയാന്ന് എനിക്ക് മനസ്സിലായ സാധനം. എങ്ങനെയാ വന്നേന്ന് എനിക്കറിയില്ല. അത് കത്തിക്കല്ലേ ചെയ്തിട്ട് കത്തിക്കാൻ വെച്ചാലേ നമ്മളാ ടാങ്ക് കഴിയ പയ്യനെ വിളിച്ചു. അവൻ ഇതുമല് ഞാൻ പുറത്ത് ചെന്ന് നോക്കിയപ്പോഴാണ് പുറത്ത് നമ്മളുടെ എയർ ഹോളിന്റെ അവിടെ നെറ്റടിച്ചിട്ടില്ലേ അവിടെ കുറ്റുപോലെ ഇരിക്കുന്നു. അപ്പൊ ആദ്യം അവനത് തീ കത്തിച്ച് അതിനതാക്കി. അപ്പം തൊട്ട് സുസുറോ വെച്ചിട്ട് താഴ്ത്തിക്ക് വീണു ചാവല്ല. അപ്പൊ വീണ്ടും എന്ത് ചെയ്തു, അവൻ അതിനെ ഇതുകൊണ്ട് എടുത്തു, ബ്രഷ് കൊണ്ട് അടിച്ചെടുത്തു. ഞാനിതും കൊണ്ട് ഓടി അമ്മാമോട് അടുപ്പിൽ തീ കത്തിക്കാൻ പറഞ്ഞു. അങ്ങനെ കിട്ടണേനെ കൊണ്ട്, അല്ലെങ്കിൽ ഇത് മണ്ണെണ്ണ ഒഴിച്ചിട്ട് ചാവണില്ല. അതറിയില്ല. അപ്പൊ ഞാൻ എത്ര പോയിസണെന്നാ വെച്ചത് അത് അല്ല. പക്ഷെ ആ സാധനം പാറ്റ പല്ലിട്ട് കാലി ഭാഗത്തേക്ക് വലിയ ഉറുമ്പ് സെക്കൻഡിനുള്ളിൽ ചാവും. ലക്ഷ്മണന്റെ ഇത് വരച്ചോടുകൂടിയില്ലേ ആ ഭാഗത്തുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു ഇങ്ങനെ എത്തും. എന്നിട്ട് പിന്നെ ബാക്കി പിന്നെ അവൻ ഞങ്ങൾ എടുക്കണ മുറിയിപ്പോ അവിടെ അല്ലേ അണ്ണാൻ വേറെ കാര്യം. അണ്ണാനൊരു 3-4 പ്രാവശ്യത്തെ പ്രസവം കണ്ടിട്ടുണ്ടാവും, പ്രസവരക്ഷ കണ്ട് പോയിട്ടുണ്ടാവും അല്ലേ. ആഴ്ചയിൽ പ്രസവിക്കുന്ന പോലെ എന്ത് നോക്കിയാലും അവിടെ കുട്ടികളെ റെഡിമെയ്ഡ് കൂട് വരത്തിക്കും. അതല്ലടി ഒരു ദിവസം കൊണ്ട് അവിടെ കാണുമ്പോ കൂട് ഇങ്ങനെ ഇരിക്കും. ഒരു ദിവസം മതി. ചിലപ്പോ പലരും മരുന്നതായിരിക്കണം. കാരണം ഇതൊരു ലേബർ റൂമായി മാറി. ഇതിപ്പോ എന്തായി, എല്ലാവരും വന്നൊരു ലേബർ റൂമാക്കി മാറ്റി. എന്നെന്നും പേർ എന്നിട്ട് എന്താ പറയുക, ഞാൻ കാലത്ത് ഞാൻ ജോലിക്ക് പോയാൽ പിന്നെ ഞാൻ ആ മുറി കയറില്ല. പിന്നെ വൈകുന്നേരം വന്ന് നോക്കുമ്പോഴേക്കും കൂട് സെറ്റ്. രാത്രി ആകുമ്പോഴേക്കും ഇങ്ങനെ ഒച്ചകൾ ഒരേ അങ്ങനെ ഒച്ചകൾ. ഇത് കേട്ട് ഇത് നോക്കി അതിൻ്റെ ഉള്ളിലായിരുന്നു, അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ലക്ഷങ്ങളല്ല. 2-3 ചകിരി ഒക്കെ ഇങ്ങനെ ചിന്തി എന്തൊരു ശ്രദ്ധ ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അവൻ എന്ത് ചെയ്ത് ആ മുറിയിൽ പോയി. ഈ മുറിയിൽ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഞാൻ പറഞ്ഞ ആ മുറിയിൽ പോകാൻ പോയത്. അമ്മാമ്മക്ക് എടുക്കണോടത്ത പായയും ഞാൻ എടുക്കണോടത്ത ഇതൊക്കെ കൈക്കെടുക്കല്ലേ, നമുക്ക് ഇത്ര അധികം ഉണ്ടെന്നുള്ളത് അറിയില്ലല്ലോ. അങ്ങനെ അവൻ കയറിയിട്ട് എന്നോട് പറഞ്ഞ ചേച്ചിയെ പണി കിട്ടിയിട്ടാ, ഇതിൻ്റെ ഉള്ളിലൊരു ലക്ഷങ്ങളല്ലാന്ന് പറഞ്ഞു. അപ്പോഴല്ലേ കണ്ടു തുറക്കാത്ത അണ്ണാൻകുട്ടികളയിൽ. അല്ലെങ്കിൽ ഞാൻ കൂട് അങ്ങനെ കൊണ്ടുപോയിട്ട് ഞാൻ അമ്മമ്മക്ക് തീ കത്തിച്ചുകൊണ്ടിരിക്കണേ. ഈ കിട്ടണതിൻ്റെ ഉള്ളിൽ കൊണ്ട് കൂടെടുത്ത വശം അവറ്റങ്ങ് വെന്തു പോയേനെ. ഞാനത് കണ്ടില്ല. അപ്പോഴാണ് ഇതിൻ്റെ ഉള്ളിൽ ഒരു
അത്രയും വലിയ ചകിരീനെ ഒരു കൂടെ സെറ്റപ്പ് പ്രസവിച്ചിട്ടുണ്ടോ അങ്ങനെ നോക്കിയപ്പോ അങ്ങനെ കൊണ്ട് മുറ്റത്തിടേണ്ടി വന്നു. അപ്പൊ ഈ എല്ലാ സാധനങ്ങളും മുറ്റത്ത് അങ്ങോട്ടായി, മുറ്റത്തുനിന്ന് വരെയൊക്കെ അങ്ങോട്ട് കയറലേ. എന്റെ നടുവൊടിഞ്ഞിട്ടുണ്ട് ജീവിതത്തിൽ. ഇങ്ങനെ എത്ര വർഷമായി നമ്മളോട് താമസിച്ചിട്ട് ഇതിനുള്ളിൽ ഇങ്ങനെ വെള്ളം കയറിയിട്ടുണ്ട്, വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ട്, എന്തൊക്കെ. നമുക്ക് മറ്റേ സെപ്റ്റിക് ടാങ്കിന്റെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഇതല്ല, അതൊരു വിഷയമല്ല. ഇതെന്താ രാത്രി ഞങ്ങള് കാതില് പഞ്ചിച്ചിട്ട് കിടക്കുക. പിന്നെ ഞാൻ അങ്ങോട്ട് അറിഞ്ഞ് നമുക്ക് മൂക്കിലും മൂക്കിലും പഞ്ചിച്ചു. അമ്മ അവിടെ കിടക്കുമ്പോ തന്നെ കാതിൽ വഞ്ചിച്ചില്ലേ. അപ്പൊ മൂക്കിനും കാതിൽ പഞ്ഞൊക്കെ കേൾക്കാൻ പണിയില്ലേ. കാതിലെ പത്തല്ല പനിയും കൂടി വെച്ച പിന്നെ അത് കഴിഞ്ഞിട്ട് അതുകൊണ്ട് അങ്ങനെ എന്ത് ചെയ്തു, ഇതനഞ്ഞ മണ്ണല്ല മഴ പെയ്തിട്ട് ഞങ്ങൾ ഇവിടെ കിട്ടണ്ടേ. അമ്മ അങ്ങനെ ആട്ടും ചൂട്ടിട്ട് കത്തിക്കിന്. അങ്ങനെ മണ്ണോടുകൂടി അടിച്ചിട്ട് അടുപ്പില് കൊണ്ടുവന്നു. പൊന്നെ നിങ്ങൾ ഭാഗ്യം പുകയില്ലാത്ത അടുപ്പായതുകൊണ്ട് കേട്ടാ. അല്ലെങ്കിൽ മുഴുവൻ ഇതിന്റെ ആവി മുഴുവൻ തമിഴ്നാട്ടിലേക്ക് പോരൂലേ. കാര്യം ഇതൊക്കെ മേപ്പട്ടിക്കിന് കൊള്ളി പോയിരുന്നത് ഇതിന്റെ ഗ്യാസ് മുഴുവൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് കൂട്ടീന്ന് അണ്ണാൻകുട്ടീനെ വന്നോൻ എന്ത് ചെയ്തു, അണ്ണാൻകൂടെ അങ്ങനെ ബദാമിന്റെ അവിടെ കൊണ്ടുവന്ന് വെച്ചു. ഞാൻ ചെന്ന് നോക്കുമ്പോ അണ്ണാന്റെ ചകിരിയും കൂടും കുട്ടികളും ഇല്ല. അങ്ങനെ ചെന്ന് നോക്കുമ്പോ ഞാൻ പറഞ്ഞ ചേച്ചി ഞാൻ അവിടെ കൊണ്ടുവച്ച് കൊടുത്തിട്ടുണ്ടാകും രാത്രി കാക്കകൾ അറക്കണം. അങ്ങനെ വീടും കൂടെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് പിച്ച് പൊളിച്ച് എണ്ണത്തിന് പുറത്തെടുത്തു. അപ്പൊ ഇങ്ങനത്തെ മാംസ കഷ്ണം കുഞ്ഞു കുട്ടീനെ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം അവിടെ കസേര കൊണ്ടുവന്ന് വെച്ചിട്ട് ഞങ്ങളിട്ട് തട്ടിയപ്പോ കരഞ്ഞിട്ട് അമ്മയ്ക്ക് വേണ്ട, അമ്മയില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കൊണ്ടുവച്ച് കൊടുത്തപ്പോഴേക്കും അമ്മ എപ്പോഴും നമ്മളെ വീട്ടിലിങ്ങനെ സംഭവിക്കാറുള്ള. അപ്പൊ അമ്മക്ക് ഇവിടുന്ന് ഇങ്ങനെ വേറെ അണ്ണാൻകുട്ടികള് വരും, അങ്ങനെ ഇങ്ങനെ അണ്ണാൻ ആ പ്ലാവുമ്മ കൂടെ ഇറങ്ങി വന്നിട്ട് ഇവരെ കടിച്ചിട്ട് പോകാൻ പറ്റും. ഇപ്രാവശ്യം മാത്രം ഇത്രയും കുഞ്ഞായത്. കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ പാല് വെച്ച് കൊടുത്ത കുടിക്കാൻ പറ്റുന്ന പ്രാണിക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കായിരുന്നു. ഇതെല്ലാം അന്നത്തെ അണ്ണാൻകുട്ടികൾ എന്നൊക്കെ പറയുന്നത് പറക്കാറായിരുന്നു, അല്ല മരക്കാറായിരുന്നു. അങ്ങനെ ഞാൻ അത് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് വീണ്ടും കൊണ്ടുവന്ന് വെച്ച് കസേരയിലിട്ട് തട്ടി എങ്ങനെ കരഞ്ഞിട്ട് അമ്മ വരുന്നില്ല. അണ്ണാമാരൊക്കെ അപ്പുറത്തൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ കുറ്റങ്ങൾ അമ്മയാവില്ല. അങ്ങനെ അവിടെ കൊണ്ടുവന്ന് കരയിച്ചു. ആ പടിഞ്ഞാറക്കാരെ മൂലയിൽ കൊണ്ടുപോയിട്ട് കുറ്റങ്ങൾ തിന്നിട്ടും ഇല്ല. അപ്പൊ ഞാൻ എന്തെങ്കിലും അടുക്കളയിൽ മറത്തി കൊണ്ടുവന്ന് വെച്ചു. രാക്കില്ലേ നമുക്കൊരു പാവം തോന്നാം. അങ്ങനെ എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ നീ വന്ന കാരണമായിട്ട് എനിക്ക് ഇത്തിരി പാല് കിട്ടിയാണ്. എന്നെ കൊണ്ട് അറിയില്ല കിട്ടോ. എനിക്കിപ്പൊക്കെ അറിയില്ലേ പാല് കൊടുക്കാനും പിള്ളേരൊന്നും അറിയില്ല. എന്തായാലും മട്ടിപ്പുള്ളി ഭാഗ്യത്തിന് അത് അത്ര ആകുമ്പോഴേക്കും അത് അതല്ല ഇതിങ്ങനെ ഇതിങ്ങനെ അവസാനിച്ചു കിട്ടി. അല്ലെങ്കിൽ നമുക്ക് ഇത് സംഭവം വരുന്ന സ്പോട്ടില് ഇനിയിപ്പോ വരാണെങ്കിൽ എന്തായാലും പഞ്ചായത്തിൽ അറിയിച്ച് അതിനുള്ള മരുന്ന് അടിക്കാം. നമുക്കറിയാം. അല്ല അറിയാന്നല്ല, ഇന്നോളത്തൊക്കെ ഇങ്ങനെ എന്നുള്ളത് നമ്മൾ പെട്ടെന്ന് നോക്കും. നമ്മൾ ശ്രദ്ധിച്ചില്ല. പെരുകാനായിട്ടൊരു അവസരം കൊടുക്കരുത്. ആരെങ്കിലും അറിയിക്കാം, പഞ്ചായത്തിൽ അറിയിക്കാം. കാരണം ഒരു പ്രശ്നമില്ല. കാരണം ഇതൊരു വലിയൊരു ഇഷ്യൂ ആണ്. കുറെ വീട്ടിലിത് ഇപ്പൊ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഉടനടി പഞ്ചായത്തിൽ അറിയിച്ച എന്താന്ന് വെച്ചാൽ അടിക്ക് തെളിക്ക് 2 ദിവസം വീട്ടിൽ നിന്ന് മാറുന്നാലും സാരില്ല. വീട് ഫുള്ള് എന്തെങ്കിലും കീടനാശിനി അടിക്കുക എന്തെങ്കിലും ചെയ്തിട്ട് അമ്മാമ്മക്ക് ശ്വാസം അവനോട് പറഞ്ഞ ചേച്ചിയെ ടെർമിനേറ്റർ അടിക്കാന്ന് ചെതലിനടിക്കുന്നത്. പക്ഷെ അമ്മയ്ക്ക് ഇവിടെ നിൽക്കാൻ പറ്റൂല. അല്ല ഇപ്പൊ വീണ്ടും വരാണെങ്കിൽ നമുക്ക് അടിക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 ദിവസം വീട്ടിൽ നിന്ന് മാറിക്കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. അത് ഇതിനെ കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ട് വേറെ പലതായിരിക്കും. ഇത് കടിക്കുന്നില്ല, നമുക്ക് ഒരു ഉപദ്രവം ചെയ്യില്ല. നമുക്ക് ശല്യാണ്. ആ ശല്യം വീട് വിട്ട് ഇറങ്ങേണ്ടി വരും. അതൊരു ശല്യം. എന്ന് പറയുന്നത് എന്താ പറയണ്ടേന്നില്ല. ഈ സാധനത്തിന് നമുക്ക് കാണും. വണ്ടും അല്ല, 2 കൊമ്പുണ്ട്. ഞാനിട്ട് കുഞ്ഞു വണ്ടല്ലേ കുഞ്ഞു പാറ്റൊക്കെ പോലത്തെ സാധനം അതെല്ലാം എന്റെ കൂടെ ഒരെണ്ണം കടയിലേക്ക് പോയിരുന്നു. ഞാൻ അവർക്ക് കാണിച്ചു കൊടുത്തു. എന്റെ ഡ്രസ്സ് ഡ്രസ്സുമ്മ കൂടെ പോകുന്നുണ്ടാവും. ഡ്രസ്സ് മടക്കി എങ്ങനെ എന്റെ ഇടയില്ലേ. അപ്പൊ ഞാൻ കൊണ്ടുപോയിട്ട് അവർക്ക് കാണിച്ചു കൊടുത്തത് ഇതൊരു സാധനം എന്നുള്ളത്. സത്യം അയ്യോ നമ്മൾക്ക് ആദ്യ അനുഭവമാണ്.
ഭാഗ്യം അതിങ്ങനെ ഇങ്ങനെ കുറച്ചും കുറഞ്ഞിട്ട് നമ്മൾ ശ്രദ്ധിക്കണേ. അല്ല, നമ്മൾ ഇത്രയും ദിവസം ശ്രദ്ധിച്ചതുകൊണ്ട് ഇങ്ങനെയായത്. ഞാൻ വെച്ചാൽ ഇവിടെ മറ്റേ കൊതുകുതിരില്ലേ, അതല്ലെന്ന് അല്ല കത്തിച്ചേക്കും. അതിങ്ങനെയല്ല വരാ. നമ്മൾ ഇത്ര ശ്രദ്ധിച്ചെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇന്ന് നമ്മൾ പത്തനത്തിനെ കണ്ടെന്നുണ്ടെങ്കിൽ നാളെ നമ്മള് രാവ് പുലരും മുന്നേ അത് പെരുകി വരും. അപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ശ്രദ്ധിക്കുന്ന കേസ് പറഞ്ഞില്ല, നമ്മളെ കൂടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് ഇന്ന് നമ്മൾ 10 എണ്ണം കണ്ട നേരം എടുത്ത് നോക്കുമ്പോൾ ഈ ആ ഭിത്തി ഫുള്ള് കവർ ആവണത് കൊണ്ട് ഇപ്പൊ നമ്മൾ കാര്യം പറഞ്ഞത് നമ്മളുടെ ഇവിടെയൊക്കെ തേച്ചിട്ടുണ്ടല്ലോ, നമ്മുടെ തെക്കാപ്പുറം തേച്ചിട്ടില്ല. അപ്പൊ അവിടെ പരിപത്ത് സ്ഥലങ്ങളിൽ അത് വന്നിരിക്കാം. നേരെ മറിച്ച് അറിയില്ല. നമ്മള് കണ്ട വീട് ഫുള്ള് ടെറസും വീടുണ്ട്. വീഡിയോ ഒക്കെ റീൽസ് ഒക്കെ കണ്ട വീഡിയോസ് ഫുള്ളും വരുന്നത് ടെറസ് വീട് ഇത്. അപ്പൊ പരിക്കനുള്ള സ്ഥലങ്ങളിൽ ആ ഗ്യാപ്പിൽ മുഴുവൻ ഇത് കയറി നിന്നിട്ട് നേരെ പോയിരിക്കുന്നത്. അല്ല, അവൻ പറഞ്ഞാണ് അവനിങ്ങനെ വൃത്തിയാക്കാൻ പോകുമ്പോഴൊക്കെ കണ്ടിട്ടുള്ള എന്നെ വിളിച്ചിട്ടേ ആ പയ്യൻ എന്താ പറയാ, അതൊരു പൊക്കം കുറഞ്ഞ് വണ്ണം കുറഞ്ഞ് ഏതിന്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റിയൊരു കുട്ടീനെ നമുക്ക് കിട്ടിയ കാരണം. അല്ലെങ്കിൽ ആരെ കൊണ്ടാവുമ്പോൾ ഇതിന്റെ ഉള്ളിലൊക്കെ കയറാൻ ഇതാക്കാനും. പിന്നെ മാത്രല്ല മഴക്കാലാണ്, കേറുമ്പോ സൂക്ഷിക്കണം. സംഭവങ്ങളൊക്കെ ഉണ്ട്. അല്ല അതിക്കോടിനിപ്പോ അല്ല എന്താ പറയാ, ഭയങ്കര ഒരു ഇതിപ്പോ ആരോടെങ്കിലും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റും. ഞാനൊരു വീഡിയോ ഇടാൻ കാരണം അതന്നെയാ. കാരണം വേറെ അതെ ഞാൻ അമ്മനോട് പറയാം, എനിക്ക് കണ്ടപ്പോ ഭയങ്കര ടെൻഷനായിരുന്നു. പറഞ്ഞു കൊടുക്കും കണ്ടാലും എന്തായാലും ഞാൻ ഇവള് വീഡിയോയില് ആ പ്രാണിനെ കണ്ടിട്ടുണ്ട്. അപ്പൊ ആരായാലും കണ്ടാൽ ആദ്യമേ തന്നെ ശ്രദ്ധിക്കുക, അതിന് വേണ്ട പരിഹാരം ചെയ്യാട്ടോ. കാരണം ഞാനിപ്പോ ആരോടായാലും ഞാനിപ്പോ പറയുമ്പോഴായാലും എന്തായാലും ആർക്ക് ഇത്ര സീരിയസ് ഞാൻ അമ്മനോട് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് അത്ര സീരിയസ്നെസ് ഇല്ല. ഒരു 10 പണ്ടല്ലായിരിക്കും ആ ഒരു സംഭവം അമ്മയ്ക്ക്. കാരണം അവരിത് കണ്ടിട്ടില്ല കേട്ടിട്ടില്ല. നമ്മളെ ജീവിതത്തിൽ കാണാത്തതും സംഭവിക്കാത്തതുമായ കാര്യങ്ങളാണ് വരുന്നത്. അതാണ് എന്താ പറയാ, ഇത്രയും പൈസകളിൽ ഇങ്ങനെ ഒരു അനുഭവം ആരായാലും ഇതേപോലെ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. ആ ഒരു പോലത്തെ ഒരു വണ്ടിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ആരായാലും ശ്രദ്ധിക്കുക. അപ്പൊ തന്നെ അതിനുള്ള മാർഗങ്ങൾ കാണാം. കാരണം വെച്ചാല് ഇത്രയും നമുക്ക് പെരുകുന്നുള്ളത് ഇപ്പൊ നമുക്ക് ഞങ്ങൾക്കൊരു അനുഭവം ഉണ്ടായിട്ടുള്ളത് മനസ്സിലായത്. കാരണം വെച്ചാല് ഞാൻ ഇതിന്റെ ഉള്ളിൽ കൊതുകുതിരി കത്തിച്ചേക്കും. അപ്പൊ എന്താ വെച്ചാൽ ഇതിങ്ങനെ നമ്മൾ വിചാരിക്കും ഓരോ ദിവസവും കുറച്ചിങ്ങനെ കൊഴിഞ്ഞു വീണ് ഇങ്ങനെ കിടക്കണ്ട, മയങ്ങിയ വീഴുള്ള ചാവില്ല കേട്ടോ. അപ്പൊ ഞാൻ എന്തെങ്കിലും പിറ്റേ ദിവസം അത് അടുപ്പില് പടകടുപ്പിൽ കത്തിച്ചിട്ട് ഇതൊക്കെ കോരി കൊണ്ടുപോയി കത്തിച്ച. കാരണം വെച്ചാൽ കത്തിച്ച് കളഞ്ഞില്ലെങ്കിൽ ഇട്ടുങ്ങൾ പെട്ടെന്ന് ജീവൻ വെച്ച് വരുന്നുണ്ട്. അങ്ങനെ ഒരു കാരണവശാൽ ഇത് പെട്ടെന്ന് ചാവണ ഒരു സാധനമല്ല. അത് ഞാൻ മണ്ണെണ്ണയിലൊക്കെ ഇട്ട് വയ്ക്കുക, ചിരട്ടയിൽ മണ്ണെണ്ണയൊക്കെ ഒഴിച്ച് അതിലൊക്കെ ഇട്ട് വയ്ക്കുക. അപ്പോഴുണ്ട് പൂർവാധികം ജീവൻ ഉന്മേഷത്തോടുകൂടി അവർ ഏറ്റു വരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി മണ്ണെണ്ണ ഇതിന് എന്നല്ല. എല്ലാവരും പറഞ്ഞ മണ്ണെണ്ണയൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ. പക്ഷെ മണ്ണെണ്ണ കൊണ്ടൊന്നും ഇതിനൊരു കാര്യമില്ല. ഇതിനെന്ന് വെച്ചാൽ നമുക്ക് ഒന്നില്ലെങ്കിൽ പോയിസൺ അടിക്കുക, അല്ലെങ്കിൽ വല്ല ആരുടെയെങ്കിലും അറിയിച്ചിട്ട് അവരുടെ ഒപ്പീനിയൻ എടുത്തിട്ട് ചെയ്യാം, അത്ര തന്നെ. അല്ലെങ്കിൽ കുറ്റങ്ങളെ വല്ല കയ്യിൽ കിട്ടാന്ന് പറഞ്ഞാൽ കിട്ടൂല, പാഞ്ഞു പോണ്. നമ്മളിങ്ങനെ പിടിക്കുമ്പോഴേക്കും ഒരെണ്ണം പിടിക്കണമെങ്കിൽ അതങ്ങോട്ട് കോരിയിലൊക്കെ കൊണ്ടുപോകുമ്പോഴേക്കും കോരി നിറഞ്ഞു കവിഞ്ഞു ഇതാവണേ. ഞാനെന്ത് പെട്ടുപോയി. അല്ല ഞാൻ എന്റെ ഇങ്ങനെ നമുക്കിതൊരു ശല്യാണ്. അതായത് നമുക്ക് വേറെ ജീവഭായം ശല്യം. അതെങ്ങനത് ഒഴിവാക്കാന്നുള്ളൊരു സംഭവമല്ലേ. ഞാനിക്കടൊന്ന് വന്ന് നിൽക്കാനായിട്ട് ഞാൻ അമ്മനോട് കുറെ ദിവസമായി പറയുന്നത്, അമ്മ എനിക്കൊന്ന് വീട്ടിൽ വരണം. പക്ഷെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ റൂമാണ് ഞങ്ങൾക്ക് കംഫർട്ടബിൾ. അതായത് ഇവിടെ വലിയ കട്ടിലും കുഞ്ഞികളൊക്കെ എടുത്താനൊക്കെ അപ്പുറത്തെ റൂമിൽ കുഞ്ഞി കട്ടിലൊക്കെ അപ്പൊ ഞങ്ങൾക്ക് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതല്ല ഇതിന് ഞാൻ നീ വരുമ്പോ വരല്ലേ എന്ന് പറഞ്ഞിട്ട് ഇതുകൊണ്ടാണ്. കാരണം വെച്ചാല് പിള്ളേരെ കാതിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവറ്റങ്ങളെ കാതിലൊക്കെ വെച്ചു കൊടുക്കാൻ പറ്റുമോ? പഞ്ചായത്ത് പറ്റുള്ളത് അവറ്റൊക്കെ അറിയോ? പോയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ പാതിരക്ക് കൊണ്ടുപോകണ്ടേ? നീലട്ടാ ഞാൻ ഒപ്പീനിയൻ എടുക്കാൻ പോയിരിക്കുന്നു. അമ്മേരെ അമ്മമാരെ ഭാഗത്ത് അല്ല അവർക്ക് ശരിക്കും നമ്മളെ ബന്ധുക്കൾക്കായാലും ഇതും പറഞ്ഞു കേട്ടിട്ടേ. പക്ഷെ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അതായത് ഞാൻ എന്നോട് പറഞ്ഞിരുന്നില്ല, ഞാൻ വീണ്ടും എനിക്ക് ഭയങ്കര പേടിയായി. കാരണം അത് തന്നെ നമ്മൾ ഇംഗ്ലീഷ് സിനിമയിലെ കാണുന്ന പോലെ ഇന്നിപ്പോൾ ഇങ്ങനെ കണ്ട നാളെ ചിലപ്പോൾ ഫുള്ള് ഒന്ന് ഇറങ്ങിയിരിക്കണ്ടേ. ഞാൻ ഇന്നും അമ്മയുടെ അടുത്ത് അമ്മേരെ വിശേഷം ചോദിച്ചില്ലെങ്കിൽ ഞാൻ ഈ കാര്യം ചോദിച്ചു.
നിറഞ്ഞ കൂടുതലുണ്ട്. അപ്പം എഴുതുന്നതെങ്കിൽ എൻ്റെ പണി. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. അതൊരു ചുമ്മാ തള്ളിക്കളയരുത്. ഞങ്ങൾ വെറുതെ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നതല്ല, ഇതൊരു അവയർനെസ്സിനും കൂടി തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം എല്ലാവരും ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വേഗം ശ്രദ്ധിച്ച് കാര്യങ്ങളൊക്കെ എന്താ വെച്ചാൽ നടപടിയാകും. അപ്പോൾ പിന്നെ ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. നമ്മൾ കൂട്ടിലുണ്ട് അണ്ണൻകുട്ടികളുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അവരുടെ ഇവിടെ സുഖമായിട്ടും സേഫായിട്ടിരിക്കുന്നു ഗൈസ്. ഞാനൊരു മാക്സ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല സുഖിച്ച് കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇതേ കുറച്ച് പാലെടുത്ത് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു പിള്ളേർക്ക് വേണ്ടി തിളപ്പിച്ച പാൽ. അപ്പോൾ കുറച്ചുകൂടി വെള്ളം കൂടി തിളപ്പിച്ചാണ്, കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ടിട്ടുണ്ട് ഇവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇവരൊന്നും കഴിച്ചിട്ടില്ലല്ലോ, ഇവർ അമ്മ പോയാൽ പിന്നെ ഇവർ കഴിച്ചിട്ടില്ല. അമ്മയ്ക്കാണെങ്കിൽ എങ്ങനെ ഇത് കൊടുക്കേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ആദ്യം ഞാനിവർ പഴയ ഒരു നിപ്പിളുണ്ടായിരുന്നു അത് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അത് വെച്ച് കൊടുത്തു നോക്കിയപ്പോൾ ഇവർക്ക് കറക്റ്റായിട്ട് ഫ്ലോ ആയിട്ട് വരുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, അമ്മേനോട് ഫില്ലർ നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇവർക്ക് വായിലേക്ക് ഇതിങ്ങനെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇത് കിട്ടുന്നുണ്ടായിരുന്നില്ല. കാരണം ഇവരുടെ മൂക്കിൻ്റെ ഉള്ളിലേക്കൊക്കെ പോരുന്നത്. അപ്പം എനിക്ക് പേടി. പിന്നെ എനിക്ക് കൊടുക്കേണ്ട വശം അറിയില്ല. ഞാനിത് ഫസ്റ്റ് ടൈം ആട്ടോ എനിക്ക് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുന്നത്. ഇതിന് ഇങ്ങനെ വെച്ച കുടിക്കോ പാവണ്ട കുട്ടിക്ക്. ഇവറ്റങ്ങളാണെങ്കിൽ കണ്ണൊന്നും തുറന്നിട്ടില്ല, ജസ്റ്റ് ഒരു കുഞ്ഞു മാംസപ്പുണ്ട് അത്രയ്ക്കേ ഉള്ളൂ. അപ്പോൾ ഞാൻ കയ്യിൽ ഒഴിച്ചു കൊടുത്ത് നോക്കി അത് നക്കി കുടിക്കുന്നത്, അതിനൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കുറേ ട്രൈ ചെയ്തു, കാരണം എനിക്കിതിൻ്റെ ABCD അറിയില്ല. ഞാനിങ്ങനെ മറ്റേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളൂ ഓരോരുത്തരെ ഇങ്ങനെ ഇത്രയും കുഞ്ഞിനൊക്കെ കിട്ടിയിട്ട് ഇങ്ങനെ വളർത്തുന്നത്. അവൾക്ക് അമ്മ ഫില്ലറൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫില്ലറിൽ ഇതേപോലെ കൊടുത്തു നോക്കിയപ്പോൾ അവർക്കത് കുടിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഞാനൊരു ഫില്ലറോളം കുടിച്ചു എന്ന് തോന്നുന്നുണ്ട്. കാരണം അത്രയും കുഞ്ഞുങ്ങളല്ല, കുറേ കുടിക്കാനുള്ള പ്രായമായിട്ടില്ല. ഞാൻ ആലോചിച്ചപ്പോൾ കുറച്ചെങ്കിലും രണ്ട് തുള്ളി അകത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ ജീവൻ നിൽക്കാമല്ലോ എന്നാണ് ഞാൻ ആലോചിച്ചത് കേട്ടോ. അങ്ങനെ ഞാൻ രണ്ടുപേർക്കും കൊടുത്തു. ഒരാൾ കുറച്ചുകൂടി വലുതായിരുന്നു, മറ്റാൾ കുറച്ചുകൂടി ചെറുതായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഇവർ കുടിക്കുന്ന കണ്ടപ്പോൾ. അപ്പോൾ എന്തായാലും ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പം എല്ലാവർക്കും തെറ്റപ്പോൾ പശു.